കെ സുധാകരൻ RSSലേക്ക് പോകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ്. RSSന്റെ ശാഖ കണ്ണൂർ ജില്ലയിൽ നടത്തില്ല എന്ന് CPMകാർ പറഞ്ഞപ്പോൾ അവർക്ക് സൗകര്യമൊരുക്കി കൊടുത്തിട്ടുണ്ട് കെ സുധാകരൻ. രഘുനാഥ് കോൺഗ്രസ് വിടുന്നത് BJPയിലേക്ക് പോകാനാണെന്ന് ഉറപ്പായിട്ടും സുധാകരൻ തടയാൻ ശ്രമിച്ചില്ല. പാർട്ടിയുടെ ജനിതക ഘടനയിൽ പോലും മാറ്റങ്ങൾ വരുന്നു, അതുകൊണ്ടാണ് താൻ ഈ രാഷ്ട്രീയം വിടുന്നത്, കോൺഗ്രസ് രാഷ്ട്രീയം വിടുന്നത്. നമസ്കാരം. ഇന്നത്തെ പത്രത്തിൽ കണ്ടത് കണ്ണൂരിലെ DCC ജനറൽ സെക്രട്ടറി C രഘുനാഥ് BJPയിൽ ചേക്കേറിയത് കോൺഗ്രസിലെ ഉന്നത നേതാക്കൾക്ക് വഴിയൊരുക്കാനാണെന്നാണ് ദേശാഭിമാനിയിൽ ഇന്ന് വന്ന ഒരു റിപ്പോർട്ട്. ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ചുമതലയാണ് രഘുനാഥിന് നൽകിയത് എന്നും അറിയുന്നു. ഡൽഹിയിലെ BJP കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും ബിസിനസ് മേഖലയിലെ ഉന്നതരുമായുള്ള സൗഹൃദവും ഇതിനായി രഘുനാഥ് ഉപയോഗപ്പെടുത്തും. കോൺഗ്രസ് വിടുന്ന കാര്യം പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ രഘുനാഥ് പറഞ്ഞത് പാർട്ടിയുടെ DNA എല്ലാ അർത്ഥത്തിലും മാറിക്കഴിഞ്ഞു എന്നാണ്. ഈ സാഹചര്യത്തിൽ തുടരുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വിട്ടത്. രഘുനാഥ് ഇപ്പോൾ പറയുന്ന കാര്യം കെ സുധാകരൻ മുൻപേ അംഗീകരിച്ചതാണ്. തനിക്ക് തോന്നിയാൽ RSSലേക്ക് പോകുമെന്നും ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്നും കോൺഗ്രസിനെ സെമി കേഡറാക്കുമെന്നൊക്കെയുള്ള സുധാകരന്റെ പ്രസ്താവന ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത് പ്രകാരം കോൺഗ്രസ് നേതാക്കൾക്ക് BJPയിലേക്ക് പോകാൻ ആശയപരമായ പ്രശ്നമൊന്നും അവശേഷിക്കുന്നില്ല. ഡൽഹി ആസ്ഥാനമായ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ 1500 കോടി രൂപയുടെ വികസന പദ്ധതി കണ്ണൂർ കോർപ്പറേഷൻ അംഗീകരിക്കാതിരുന്നതും രഘുനാഥ് കോൺഗ്രസ് വിടുന്നതിന് കാരണമായിട്ടുണ്ട്. കെ സുധാകരൻ MP-യുമായി ആലോചിച്ചാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. സുധാകരന്റെ അനുമതി ഉണ്ടായിട്ടും UDF നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷൻ പദ്ധതി അംഗീകരിച്ചില്ലെന്നാണ് ആരോപണം. കെ സുധാകരന്റെ സന്തത സഹചാരിയാണ് രഘുനാഥൻ ഇതിലൂടെ തെളിയുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രഘുനാഥ് കോൺഗ്രസ് വിടുന്നത് BJPയിലേക്ക് പോകാനാണെന്ന് ഉറപ്പായിട്ടും സുധാകരൻ തടയാൻ ശ്രമിച്ചില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച UDF സ്ഥാനാർത്ഥി കൂടിയാണ് രഘുനാഥ്. സുധാകരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് രഘുനാഥ് ധർമ്മടത്ത് മത്സരിച്ചത്. വാളയാറിലെ ഇരകളുടെ അമ്മയെ സ്ഥാനാർത്ഥിയാക്കാനാണ് UDF തീരുമാനിച്ചത്. ഈ തീരുമാനം അട്ടിമറിക്കപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. KSU ബ്രണ്ണൻ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ്, യൂണിയൻ ചെയർമാൻ, KSU ജില്ലാ പ്രസിഡന്റ്, KPCC അംഗം, UDF ധർമ്മടം മണ്ഡലം ചെയർമാൻ എന്നീ പദവികൾ വഹിച്ച രഘുനാഥ് BJPയിലേക്ക് പോകുന്നതിന് ഒരു മനസാക്ഷി കുത്തും ഉണ്ടായില്ല. അതായത് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രഘുനാഥ് BJPയിലേക്ക് ഇപ്പോൾ ചേക്കേറിക്കുന്ന രഘുനാഥ് വഴി കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ, കേരളത്തിലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പാലമായി രഘുനാഥിനെ BJP ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. പ്രധാനമായും പറയുന്ന 2-3 കാര്യങ്ങൾ നമുക്ക് പറയാതെ വയ്യ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഉന്നതരുമായുള്ള ബന്ധം, ബിസിനസ് മേഖലയിലെ തൻ്റെ ബന്ധം, അതെല്ലാം ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ BJPയിലേക്ക് എത്തിക്കാനുള്ള നീക്കമായിരിക്കും ഉണ്ടാവുക. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുക എന്നും പറയുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ BJPയിൽ ഇപ്പോൾ അംഗമായിരിക്കുന്ന ഈ രഘുനാഥ് നേരത്തെ തന്നെ കെ സുധാകരന്റെ വളരെ അടുത്ത ആളാണ്, സന്തത സഹചാരിയാണ് എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1500 കോടി രൂപയുടെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉടക്കാണ് ഈ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ BJPയിലേക്ക് പോകാനുണ്ടായ ഒരു കാരണമെന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു പദ്ധതിക്ക് വേണ്ടി 1500 കോടി രൂപയുടെ ഒരു പദ്ധതി കണ്ണൂർ കോർപ്പറേഷൻ അതിനുള്ള അനുമതി നൽകിയില്ല. സുധാകരനോടും കൂടി ആലോചിച്ചുകൊണ്ടായിരുന്നു, കെ സുധാകരനോട് കൂടി ആലോചിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പദ്ധതി ഈ ജില്ലയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ UDFന്റെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷനായിട്ട് പോലും ആ പദ്ധതി നടന്നില്ല. ഇതിൽ പ്രകോപിതനായിരുന്നു ഇദ്ദേഹം എന്നാണ് രഘുനാഥ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ DCCയിൽ ഉണ്ടായിരുന്ന ചില കല്ലുകടികളും ഇദ്ദേഹത്തിന്റെ ഈ രാജിയിലേക്കും BJP പ്രവേശനത്തിലേക്കും കാരണമാക്കിയെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ DNA മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം തന്നെ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പഴയ കോൺഗ്രസ് അല്ല, അതായത് ഗാന്ധിജി സ്വപ്നം കണ്ട കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ ഗാന്ധിയുടെ
കാലത്തുള്ള കോൺഗ്രസില എന്നൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും എല്ലാ കാലത്തും കാലത്തിനനുസരിച്ച് കോലം മാറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ ഒരു DNA എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നേ ഉണ്ടാകുകയുള്ളൂ, പിന്നീട് മാറ്റാനൊന്നും സാധിക്കില്ല. അപ്പൊ അത്തരത്തിൽ ജനിതക ഘടനയിൽ, പാർട്ടിയുടെ ജനിതക ഘടനയിൽ പോലും മാറ്റങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് താൻ ഈ രാഷ്ട്രീയം വിടുന്നത്, കോൺഗ്രസ് രാഷ്ട്രീയം വിടുന്നത് എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പോലും വ്യക്തമാക്കിയത്. ഇതേ കാര്യം തന്നെ കെ സുധാകരന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് നമുക്കറിയാം, കെ സുധാകരനോട് പല വേള ഇത്തരത്തിൽ ഈ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ RSS പ്രവർത്തകരുമായി സെൽഫി എടുക്കുന്നു, അല്ലെങ്കിൽ അവരുമായുള്ള കൂടുതൽ സൗഹൃദ ബന്ധങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ സുധാകരൻ BJP-യിലേക്ക് പോകുമോ അല്ലെങ്കിൽ RSS-ലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനെന്താണ്, തനിക്ക് പോയാൽ എന്താണ്, ഞാൻ RSS-ലേക്ക് പോയാൽ എന്താ പ്രശ്നം? കെ സുധാകരൻ RSS-ലേക്ക് പോകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ്. കാരണം എനിക്ക് പോകാൻ തോന്നിയാൽ ഞാൻ RSS-ലേക്ക് പോകും, അതിനാരുടെയും മോശം എന്ന് വേണ്ടത് RSS അത്ര മോശം സംഘടനയാണോ എന്ന് ചോദിച്ച ആളാണ്. അതോടൊപ്പം തന്നെയാണ് CPM-കാർ RSS-ന് ഒരു കാലത്ത് കണ്ണൂരിൽ ശാഖ നടത്താൻ അനുവദിക്കില്ലായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ഈ CPM-കാർ മുടക്കാറുണ്ടായിരുന്നു. അന്ന് ഈ CPM-ന് വേണ്ടി, ഈ CPM-നെതിരെ, അതായത് RSS-ന്റെ ശാഖ കണ്ണൂർ ജില്ലയിൽ നടത്തില്ല എന്ന് CPM-കാർ പറഞ്ഞപ്പോൾ അവർക്ക് സൗകര്യമൊരുക്കി കൊടുത്തിട്ടുണ്ട് കെ സുധാകരൻ. അവർക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. ശാഖയ്ക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കാൻ കുട്ടികളെ പറഞ്ഞു വിട്ടവനാണ് സുധാകരൻ. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ രഘുനാഥ്, കെ സുധാകരൻ രഘുനാഥും പറഞ്ഞത് ഒരേ വാക്കാണ്, ഒരേ ടോണാണ്, ഒരേ രീതിയാണ്. അത്തരത്തിൽ കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് BJP-യിലേക്ക് കൊണ്ടുപോകുക എന്നതല്ല, താഴെ തട്ടിലുള്ള നേതാക്കളെ, കോൺഗ്രസിലെ നേതാക്കളെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അധികാര സ്ഥാനമാനങ്ങൾ എപ്പോഴും അതൊരു പവറായി കൊണ്ടു നടക്കുന്ന നല്ല പ്രവർത്തകരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ BJP-യിലേക്ക് പതുക്കെ കൊണ്ടുവരിക, അത്തരത്തിൽ ഈ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന, മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ഓപ്പറേഷൻ താമര, ഓപ്പറേഷൻ ലോട്ടസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ സംഭവം നമുക്കറിയാവുന്നതാണ്. അത് പക്ഷേ ഈ നേതാക്കളെ മാത്രമായിരുന്നില്ല, ഇത്തരത്തിൽ വിജയിച്ചു വന്ന MLA-മാരെ ആയിരുന്നു ഇത്തരത്തിൽ മറുകണ്ഠം ചാടിപ്പിക്കുക, റിസോർട്ട് രാഷ്ട്രീയമൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അത്തരത്തിൽ മറ്റൊരു പദ്ധതി, BJP-യുടെ മറ്റൊരു പദ്ധതിയാണോ ഇതെന്നാണ് സംശയിക്കുന്നതെന്നാണ് ദേശാഭിമാനിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇത്തരത്തിൽ താഴെ തട്ടിലുള്ള നേതാക്കളെ, ബ്ലോക്ക് തല, മണ്ഡലം തലത്തിലുള്ള നേതാക്കളെ പതുക്കെ അസഹിഷ്ണുതരായി നിൽക്കുന്ന ഇത്തരം നേതാക്കളെ പയ്യെ BJP-യിലേക്ക് കൊണ്ടുവന്ന് അത്തരത്തിൽ ഭാവിയിൽ BJP-ക്ക് വേരുറപ്പിക്കാൻ മാത്രം, അല്ലെങ്കിൽ അത്തരമൊരു BJP-ക്ക് സ്ട്രോങ് ആയി നിൽക്കാൻ ഒരു യുവ നിരയെ പോലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് സ്വാഭാവികമായും ഉള്ളത്. അത് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും തുടങ്ങട്ടെ, എന്നിട്ട് അങ്ങ് അനന്തപുരിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഈ രാഷ്ട്രീയ മാറ്റം, അതായത് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കളെ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടാസ്ക്, ഒരു പദ്ധതി ഈ രഘുനാഥുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നും ഇന്നത്തെ ഈ പത്രത്തിൽ, അതായത് ദേശാഭിമാനിയിൽ പറയുന്നു.